നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 9 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. കുട്ടേട്ടനെയും പിള്ളേരെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ലൂസ് അടിക്കട എന്ന ഒറ്റ വാചകവും ഗുണാകേവിന്റെ നിഗൂഢതയും ഒറ്റയടിക്കാണ് ഹിറ്റടിച്ചത്. മികച്ച ചിത്രം സംവിധായകൻ ചിദംബരം, തിരക്കഥാകൃത്ത് ചിദംബരം, ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, സ്വഭാവ നടൻ സൗബിൻ, സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, ശബ്ദരൂപകൽപ്പന ഷിജിൻ മെൽവിൻ, കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ഗാനരചയിതാവ് വേടൻ എന്നിങ്ങനെ 9 അവാർഡുകൾ. ഭാഷാ വ്യത്യാസമില്ലാതെ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടി ചിത്രം കടന്നിരുന്നു. ജാനി മെന്നിന് ശേഷം ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. സർവൈവൽ ത്രില്ലറായ മഞ്ഞുമൽ ബോയ്സ് 2024 ഫെബ്രുവരി 22-നാണ് തിയേറ്ററുകളിലെത്തിയത്. കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ നിന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാകേവിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത സിനിമാ വെബ്സൈറ്റായ IMDb പുറത്തുവിട്ട 2024 ജനപ്രിയ സിനിമകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ 10 ചിത്രങ്ങളിൽ മഞ്ഞുമൽ ബോയ്സും ഇടം നേടിയിരുന്നു. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പേൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ഈ ചിത്രം ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്.